ഇന്നൊരു പുതിയ സിനിമയുടെ വിശേഷം നിങ്ങളുമായി പങ്കുവയ്ക്കാനാണ് ഞാൻ വന്നിരിക്കുന്നത്. ഇന്ന് റിലീസായ ചത്ത പച്ച എന്ന മൂവി, അർജുന അശോകൻ അഭിനയിച്ച മൂവി ഞാൻ കണ്ടു. ആ സിനിമയുടെ റിവ്യൂ നിങ്ങളുമായി പങ്കുവയ്ക്കാൻ വേണ്ടി വന്നതാണ്. പുതിയ ഡയറക്ഷനാണത്. അദ്വൈത് നായർ എന്നാണ് പേര്. സിനിമ വളരെ എങ്ങനെയുണ്ടെന്ന് ചോദിച്ചാൽ ഒരു എബോ ആവറേജ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളൂ. ഇത് എൻ്റെ മാത്രം അഭിപ്രായമാണ്, ബാക്കിയുള്ളവരെ അറിയില്ല. ഇന്നത്തെ പിള്ളേർക്കൊക്കെ ചിലപ്പോൾ വാങ്ങിച്ച സിനിമ നന്നായി കണക്റ്റായി എന്ന് വരും. മേക്കിംഗ് കൊണ്ട് മ്യൂസിക്, ഫൈറ്റ് സീൻസ് ഇതെല്ലാം സൂപ്പറായിരുന്നു. ഫൈറ്റ് സീക്വൻസൊക്കെ വളരെ ഗംഭീരമായിട്ടാണ് ചെയ്തിട്ടുണ്ട്. അതേമാതിരി ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് നന്നായിട്ടുണ്ട്. പിന്നെ മേക്കിംഗ് രീതി എല്ലാം, ഡയറക്ഷൻ എന്തായാലും നല്ലൊരു ഡയറക്ഷനാണ്, നല്ല കഴിവുള്ള ഡയറക്ഷനാണെന്ന് അദ്ദേഹം പ്രൂവ് ചെയ്തിട്ടുണ്ട്. പിന്നെ എന്താണ് സംഭവം, എന്താ പറ്റിയ വെച്ചാൽ തിരക്കഥ പോരാന്ന് പറഞ്ഞാൽ മോശം പറയല്ല, ഒരു ബലക്കുറവുണ്ട് തിരക്കഥയ്ക്ക്. ഒരു സ്ട്രോങ് പ്ലോട്ടില്ല അവിടുത്തെ. ഒരു കൊച്ചിയിൽ മട്ടാഞ്ചേരി പറഞ്ഞ ഒരു ഏരിയയിൽ നടക്കുന്ന ഒരു കുറച്ച് ചെറുപ്പക്കാർ പിള്ളേരുടെ ഒരു കഥയാണ്. അവരുടെ ഉപജീവന മാർഗമായിട്ടും ഒരു ചെറിയൊരു റെസ്ലിംഗ് ക്ലബ്ബ് തുടങ്ങുന്നു. അവിടെ ഉണ്ടാകുന്ന പ്രശ്നങ്ങളും അതിലൂടെയുള്ള ചെറിയൊരു ഫ്ലാഷ് ബാക്ക് മാതിരി ഒരു റിവെഞ്ചിങ് സ്റ്റോറി, അങ്ങനെ എല്ലാം മിക്സ് ചെയ്തിട്ടുള്ളൊരു പ്ലോട്ടാണ്. മൊത്തത്തിൽ ഫുൾ ആക്ഷനാണ് സിനിമ മൊത്തം. ആക്ഷൻ ഇഷ്ടപ്പെടുന്നവർക്കൊക്കെ സിനിമ ചിലപ്പോൾ നമുക്ക് കണ്ടുകൊണ്ടിരിക്കാൻ വേണ്ടി കുഴപ്പമില്ല. എല്ലാവർക്കും എത്രത്തോളം ദഹിക്കുമെന്ന് പറയാൻ പറ്റില്ല. എൻ്റെ അഭിപ്രായത്തിൽ സിനിമ ഒരു എബോ ആവറേജ് മൂവി, മോശം പറയാൻ പറ്റില്ല, തെറ്റില്ല, തിരക്കേടില്ല, അത്രേ ഉള്ളൂ. പിന്നെ മമ്മൂട്ടി ക്യാമിയോ റോളുണ്ട്. ഇത് സസ്പെൻസ് ഒന്നുമല്ല, ഒരു അണിയർ പ്രവർത്തകർ തന്നെ പുറത്തുവിട്ട കാര്യമാണ് പറയുന്നുള്ളൂ. ജസ്റ്റ് മമ്മൂട്ടി റോളുണ്ട്. മമ്മൂട്ടി റോൾ എങ്ങനെയുണ്ടോ വെച്ചാൽ ജസ്റ്റ് ഒരു ക്യാമിയോ റോൾ, അത്രേ ഉള്ളൂ. അല്ല അതിന് പ്രത്യേകിച്ചിട്ട് ആ ക്യാരക്ടറിനെ നല്ല പവറുള്ള ക്യാരക്ടറാണ്. പക്ഷേ എന്തോ ലാസ്റ്റ് അതിലൊരു പഞ്ച് പോരായ്മ തോന്നി എനിക്ക്. എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല. മമ്മൂട്ടിയുടെ ആരോഗ്യ പ്രശ്നങ്ങളും എല്ലാം കാര്യമൊക്കെ മൂപ്പര് കുറച്ച് വയ്യാതാക്കി ഇരുന്ന ശേഷം അത് ക്ഷീണങ്ങളൊക്കെ മാറി വന്ന് അഭിനയിച്ച സിനിമയാണ്. അതിൻ്റെ ചെറിയൊരു പോരായ്മ സിനിമയിലുണ്ട്, എങ്കിലും കുഴപ്പമില്ല. സിനിമ ഒരു എബോ ആവറേജ് മൂവിയാണ്. പിന്നെ എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം. പിന്നെ എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ നിങ്ങൾ സിനിമ കണ്ട ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമൻ്റായി രേഖപ്പെടുത്താം. ഓക്കെ, ഇനി അടുത്ത പുതിയ സിനിമയുടെ വിശേഷങ്ങൾ പിന്നെ കാണാം. ബൈ.